Next we have to learn which part vibrates mainly when I speak or we speak. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ to find out that, to understand that, you just have to touch your throat. എന്ത് ചെയ്യാം മക്കളെ, നിങ്ങളുടെ ത്രോട്ട് തൊട്ട് നോക്കുമെന്ന്, ജസ്റ്റ് തൊണ്ടയിലൊന്ന് തൊട്ട് നോക്കുക. നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ അവിടെ തൊടുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്? യെസ്, ദർ ഈസ് എ വൈബ്രേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു വൈബ്രേഷൻ കാരണമാണ് എന്തുണ്ടാവുന്ന സൗണ്ട്. പക്ഷെ ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണ്? യെസ്, എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? when the vocal cords in the upper part of the larynxന്റെ അപ്പർ പാർട്ടിലുള്ള വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സംസാരത്തിൽ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്. സിമ്പിളായിട്ട് മനസ്സിലാക്കിയ പോരെ. പക്ഷെ വോക്കൽ കോഡ്സ് മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്? അല്ല അല്ലേ, വേറെ അസോസിയേറ്റിംഗ് പാർട്സ് ഉണ്ട്. നമ്മൾ പഠിച്ചു നേരത്തെ, വയലിനും തമ്പുരും ഫ്ലൂട്ടും ഒക്കെ പറയുന്നത് പോലെ ഇവിടെ എന്തുണ്ട്? എപ്പോഴും സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെയിൻ പാർട്ടും ഉണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് പാർട്ടും ഉണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ അസോസിയേറ്റഡ് പാർട്ട് ഏതാ? മെയിൻ പാർട്ട് എന്താണ്? വോക്കൽ കോഡ്. അസോസിയേറ്റഡ് പാർട്സ് ഏതൊക്കെയാ മക്കളെ? മസിൽസ് ഉണ്ട് അല്ലേ, പിന്നെ നമ്മുടെ ത്രോട്ട്, തൊണ്ട വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ലിപ്സ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിന് ചുറ്റുള്ള എയർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി തിങ്സ്. ഓക്കെ, ഇനി അടുത്തിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് ദി ദാറ്റ് വൈബ്രേറ്റ്സ് വെൻ ദി ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആർ പ്ലേഡ്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? മൃദംഗം. എന്താണ്? ഡയഫ്രം. നമ്മളത് ഓൾറെഡി പഠിച്ചാൽ മൃദംഗം, ചെണ്ട, തബല ഇതിലൊക്കെ ഡയഫ്രാണ് വൈബ്രേറ്റ് ചെയ്യുക. ഫ്ലൂട്ടിൽ എന്താണ്? എയർ കോളാണ്. ഫ്ലൂട്ടിൽ എന്താണ്? എയർ കോളാണ്. അതിലെ ബ്യൂഗിൾ, പി പോലുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? എയർ കോളാണ് ഓൾമോസ്റ്റ് മെയിൻ പാർട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഗിറ്റാർ എന്താ? റീഡ്സ് ആണ്. വയലിനും എന്താണ്? ഗിറ്റാർ, അതുപോലെ വീണ, ഇതിലൊക്കെ എന്താ മക്കളെ? റീഡ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ലിസ്റ്റ് ദി നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി എയർ കോളം വൈബ്രേറ്റ്സ് ആസ് ദി മെയിൻ ഓർ അസോസിയേറ്റഡ് പാർട്ട്. എന്താണ്? അസോസിയേറ്റഡ് ആയാലും മെയിൻ ആയിട്ടും എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്ന. ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക കേട്ടോ, അത് എക്സാമിനല്ലേ തെറ്റിപ്പോകും. എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്ന, അത് മെയിൻ ആയിക്കോട്ടെ അസോസിയേറ്റഡ് പാർട്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞത്. അപ്പൊ അത് എല്ലാത്തിലും വരുന്നുണ്ടല്ലേ, ബ്യൂഗിൾ, വയലിൻ, ഗിറ്റാർ, ഫ്ലൂട്ട്, ചെണ്ട, തബല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ മെയിൻ മാത്രം എഴുതാൻ പറഞ്ഞാൽ അത് മാത്രമേ എഴുതാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളത് എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നമ്മളുടെ ചുറ്റുമുള്ള ഓർഗാനിസംസ്, അതിൻ്റെ ഏതൊക്കെ പാർട്സ് ആണ് മെയിൻ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് ടു മേക്ക് സൗണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ടേബിൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 161. അപ്പോൾ എന്തൊക്കെയാണ് ജീവികൾ എന്ന് നോക്കാം. അതൊക്കെ ഏതൊക്കെ ഓർഗാനിസംസ് ആണ്, ക്രിയേച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹണി ബി, എലിഫന്റ്, മോസ്കിറ്റോ, സിക്കാഡ, കുക്കു. അപ്പോൾ ഇതൊക്കെയാണ് ജീവികൾ അല്ലേ. അപ്പോൾ ആ ക്രിയേച്ചർ വിച്ച് പാർട്ട് വൈബ്രേറ്റ്സ്, അല്ലെങ്കിൽ ഒന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പാർട്ടാണ് ഇവരിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഹണി ബി, ദാറ്റ്സ് ഗിവൻ ഹിയർ ദി വിങ്സ്, വി നോ അല്ലേ, ചിറകടിയാണ്. എലിഫന്റിന്റെ ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? വോക്കൽ കോഡാണ് അല്ലേ, വോക്കൽ കോഡാണ്. മോസ്കിറ്റോന്റെ ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അറിയോ? വോക്കൽ കോഡാണോ? അല്ല, മോസ്കിറ്റോന്റെ വിങ്സ് ആണല്ലോ, അതിന്റെ ചിറകടി ശബ്ദമാണ് നമുക്ക് കേൾക്കുന്നത്, അതാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. സിക്കാഡ എന്ന് വെച്ചാൽ നമ്മുടെ ചീവീടിന്റെ എന്ത് ഭാഗം വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം മക്കളെ? അതിൻ്റെ ഒരു സ്പെഷ്യൽ പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ടിംബൽസ്. ദി ടിംബൽസ്, ചിറക് പോലുള്ള ഒരു ഭാഗമാണ്, അതിനെ ടിംബൽസ് എന്നാ പറയുക. പിന്നെ നമ്മുടെ കുക്കുവിന്റെ സൗണ്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. എന്താ കുയില്, നമ്മുടെ കുയിലിന്റെ സൗണ്ട് എന്താണ്? അത് വോക്കൽ കോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോക്കൽ കോഡാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ആ ഒരു പാർട്ടിന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്, സിറിങ്സ് എന്നാണ്. അതറിയില്ലെങ്കിൽ വോക്കൽ കോഡ് എന്നെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, അപ്പം ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പം മനസ്സിലാക്കുക. ഹണി ബി അതുപോലെ മോസ്കിറ്റോ ഒക്കെ വിങ്സ് ആണ്. അപ്പം അങ്ങനെ സെയിം ആയിട്ട് വരുന്നതൊക്കെ നോക്കി പഠിച്ചാൽ എളുപ്പം ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും.